തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയും ഭർത്താവും തമ്മിൽ ഒരു കേസ്. അവരുടെ പട്ടിയെ പ്രതിയാണ് കേസ്. മഹുവ മൊയ്ത്ര നമുക്കറിയാം, തീപ്പൊരി എം പിയാണ്. അവർ ബംഗാളിയാണ്. ബംഗാളിലെ മുഖ്യമന്ത്രിയും തീപ്പൊരിയാണ്. പാർലമെൻറ്റിലെ അവർ നന്നായിട്ട് ശോഭിച്ചിട്ടുള്ള ഒരു എം പി തന്നെയാണ്. ധൈര്യസമേതം എല്ലാം പറയും. അവരുടെ കാമുകന് ജയ് ആനന്ദ് ദഹാത്രോ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുമായിട്ട് ഒന്നിച്ചായിരുന്നു താമസം. പിന്നീട് പിണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടിയെപ്പറ്റിയുള്ള പ്രശ്നം ഡിസ്പ്യൂട്ടായത്. അത് റോട്ട് വീലർ ഇനത്തിലുള്ള പട്ടിയാണ്. ആ പട്ടി ഏകദേശം 50-60 കിലോളം തൂക്കം വരുന്ന പട്ടിയാണ്. മിക്കവാറും ആ പട്ടിക്കെല്ലാം ബ്ലാക്ക് കളറാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഈ പട്ടി റോട്ട് വീലറുണ്ട്. വലിയ ശൗര്യക്കാരനാണ്. ആടുമാടുകളെയൊക്കെ അവരെ ഓരോരോ കുന്നും മുകളിലൊക്കെ മേയ്ക്കാൻ വിടുമ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ഈ റോട്ട് വീലർ പട്ടിയാണ് പണ്ട് കാലം മുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. ആ പട്ടിയെയാണ് ഇപ്പം തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൃണമൂൽ കോൺഗ്രസ് എം പി സാകേത് കോടതിയിലെ ഡൽഹിയിലെ ഒരു പരാതി കൊടുത്തു. തൻ്റെ പട്ടിയാണത്. അത് റോട്ട് വീലറാണ്. അതിൻ്റെ പേര് ഹെൻട്രി എന്നാണ്. ഇവർ ഒന്നിച്ച് താമസിക്കുന്ന കാലഘട്ടത്തിൽ അഭിഭാഷകനായ ജയ് ആനന്ദുമായിട്ട് താമസിക്കുമ്പോൾ ഈ പട്ടി അവർ രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായിരുന്നു. ഇവർ തമ്മിൽ ഇപ്പോൾ പിണങ്ങി മാറി 2 പാത്രമായി. ഇപ്പോഴേ അവർ കൊടുത്തിരിക്കുന്ന സാകേത് കോടതിയിൽ ഡൽഹിയിൽ കൊടുത്തിരിക്കുന്ന കേസ്, പട്ടിയെ 10 ദിവസമെങ്കിലും മാസത്തിൽ തനിക്ക് വിട്ടു തരണം. അവർക്ക് മക്കളൊന്നുമില്ല. പട്ടിയെ 10 ദിവസം തനിക്ക്, ബാക്കിയുള്ള ദിവസം അയൽ വെക്കണം. സാധാരണഗതിയിൽ നമുക്കറിയാം, മാതാപിതാക്കൾ തമ്മിൽ, അപ്പനും അമ്മയും തമ്മിൽ പിണക്കമുണ്ടാകുമ്പം കൊച്ചുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസുകളൊക്കെ നമുക്കറിയാം. ഫാമിലി കോടതിയിൽ അല്ലെ ആഴ്ചയിൽ ഒരിക്കൽ 2 ദിവസം എൻ്റെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ വീക്കെൻഡിൽ എൻ്റെ കൂടെ നിർത്തക്കെ അപ്പന്മാർ പരാതി കൊടുക്കും. കുട്ടികളെ പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ ധാരാളം സങ്കടത്തോടെ തന്നെയാണ് കാണുന്നത്. അപ്പനും അമ്മയും പിണങ്ങിക്കഴിയുമ്പോൾ സഫർ ചെയ്യുന്നത് കുട്ടികളാണ്. ഇവിടെ അതുപോലത്തെ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഹെൻറി എന്ന ഈ റോട്ട് വീലർ ആ പട്ടിക്ക് വേണ്ടി ആണ് ഇപ്പോൾ കേസ് കൊടുത്തത്. ഈ എം പി തുടക്കത്തിൽ സാകേത് കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ സാകേത് കോടതി അത് പരിശോധിച്ചിട്ട് തള്ളി. അതുകൊണ്ട് അവരിപ്പം ഡൽഹി ഹൈക്കോടതിയിലായി. ഹൈക്കോടതി കേസ് കൊടുത്തു. തനിക്ക് മാസത്തിൽ 10 ദിവസം ഈ പട്ടി, ഈ ഹെൻറി എന്ന പട്ടി തൻ്റെ കൂടെ വേണം. ബാക്കി 20 ദിവസം തൻ്റെ മുൻ കാമുകൻ എടുത്തു വിട്ടെ. അത് അയാൾ കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ കോടതിയിൽ നിന്ന് ഇപ്പോൾ നോട്ടീസ് പോയി. ജയ് ആനന്ദിന് നോട്ടീസ് എത്തിക്കഴിഞ്ഞു. നേരത്തെ ഇവർ തമ്മിലുള്ള പിണക്കം ഉണ്ടായപ്പോൾ ജയ് ആനന്ദ് മഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു. പാർലമെൻറ്റിൽ അവർ ചോദ്യം ചോദിക്കണമെങ്കിൽ കക്ഷികൾ അവർക്ക് പണം കൊടുക്കണം, അതാണ് അവരുടെ വരുമാന മാർഗം എന്നൊക്കെയുള്ള രീതിയിൽ മുൻ കാമുകൻ അഭിഭാഷകൻ ഒരു ആരോപണം കൊണ്ടിരുന്നു. അത് വലിയ ഇന്ത്യ മുഴുവൻ വാർത്തയായിരുന്നു. കാരണം ഇവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പൊരി പ്രാസംഗികയാണ്. അവർ പാർലമെൻറ്റ് നന്നായിട്ട് ശോഭിക്കുന്നതാണ്. അവരെ ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് ആണ് ഈ പ്രയോഗിച്ചത് ആര് എന്നൊക്കെയാണ് വന്നെങ്കിലും ഇപ്പോഴതിനകത്ത് ആ എം പി കൃത്യമായി തൻ്റെ പരാതി കൊടുത്തിരിക്കും. തൻ്റെ ഭർത്താവ് തനിക്കെതിരായിട്ടൊരു മോശമായ ആരോപണം ആരെങ്കിലും പാർലമെൻറ്റിൽ ഏതെങ്കിലും ചോദ്യം താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതേതെങ്കിലും വ്യവസായത്തെ പറ്റിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ നല്ല പണം കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ ആ ചോദ്യം ചോദിക്കൂ എന്ന് ആണ് അഭിഭാഷകനായ ജയ് ആനന്ദ് കാമുകൻ പറഞ്ഞത്. എന്തായാലും കേസിനകത്ത് നോട്ടീസ് പോയി കഴിഞ്ഞു. എൻട്രിയെ കിട്ടാൻ 10 ദിവസങ്ങൾ തനിക്ക് വേണം എന്നാണ് ആ റോട്ട് വീലർ നായരെ പറ്റി അവർ കൊടുത്തിരിക്കുന്ന പരാതി. നമുക്കറിയാം, ഏകദേശം 2-2.5 അടിയോളം ഇത് പൊക്കം വരുന്നൊരു നായാണ്. നല്ല ശൗര്യക്കാരനും നല്ല വിശ്വസ്തനുമാണ്. പലരും റോട്ട് വീലർ വളർത്തുന്നുണ്ട്. ചിലയിടത്ത് ആ റോട്ട് വീലറെ വളർത്താൻ പാടില്ല എന്നൊക്കെ നിരോധനം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും 100 കണക്കിന് 1000 കണക്കിന് കന്നുകാലിക്കൂട്ടങ്ങൾ, ആട്ടിൻകൂട്ടങ്ങൾ മലമേടുകളിൽ അത് മേഞ്ഞ് നടക്കുമ്പോൾ
മറ്റു മൃഗങ്ങൾ ഇതിനെ കടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഇവനെ സംരക്ഷിക്കാൻ 2-3 റോട്ട് വീലർ ഇവരുടെ ചുറ്റും നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അതിന് അത്ര വിശ്വസ്തനാണ് ആ നായ. ഈ റോട്ട് വീലർ ആടിനെയും പശുക്കളെയും എല്ലാം സംരക്ഷിക്കാൻ, കാരണം അവരെ കൂട്ടത്തോടെ ചെതറിപ്പോകാതിരിക്കാൻ ഇതുങ്ങൾ വശത്ത് നിന്ന് അതുങ്ങളെ ഓരോ ലൈൻ കണക്കാക്കി പറഞ്ഞു വിടുന്നതൊക്കെ നമ്മൾ കാഴ്ച കണ്ടിട്ടുണ്ട്. അത്ര ബുദ്ധിയുള്ള ഒരു പട്ടിയാണ് റോട്ട് വീലർ. എന്തായാലും 2 പേർക്കും ആ പട്ടിയോട് വലിയ സ്നേഹമുണ്ട്. അതുകൊണ്ട് 10 ദിവസമെങ്കിലും തനിക്ക് ആ പട്ടിയെ കിട്ടണം എന്നുള്ള രീതിയിൽ ആ കേസ് മുന്നോട്ട് പോയത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് അപ്പനും അമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ അവരുടെ 2 പേരെയും വളർത്തുമുഖമായ ഈ റോട്ട് വീലറെ അവരെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നാണ് ആ MP പറയുന്നത്. 10 ദിവസം തനിക്ക് 20 ദിവസം അയാൾ കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ ഒരു വിധിക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അത് കോടതി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം റോട്ട് വീലർ ആര് വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചെങ്കിലും 2 പേരും അതിനെ വളരെ വർഷക്കാലം ഒന്നിച്ച് താമസിപ്പിച്ച് ഒന്നിച്ച് വളർത്തിയതാണ്. അതുകൊണ്ട് 2 കൂട്ടരിലും മൃഗത്തിനെ ഷെയർ ചെയ്യുന്നതിന് കോടതിക്ക് എതിരുണ്ടാകാൻ സാധ്യതയില്ല. ന്യായമായ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവർക്ക് മക്കളൊന്നുമില്ല എങ്കിലും പല വീടുകളും പല ആൾക്കാരും നമുക്കറിയാം അവരെ സന്തത സഹചാരിയായി ഈ നായ്ക്കളെ അല്ലെങ്കിൽ ശ്യാവിനെ അല്ലെങ്കിൽ പട്ടികളെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുത്തും അവരെ സംരക്ഷിക്കാനും അവർക്ക് പ്രൊട്ടക്ഷനും വേണ്ടി പല സ്ത്രീകളും അറിയാം. പ്രായമുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തൊക്കെ നായ്കൾ അവരോടൊപ്പം മുറിയിലും അവരോടൊപ്പം തന്നെ വീടിലും അവരെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ നായ്കൾ. അത് മനുഷ്യരോട് ഏറ്റവും അധികം ഇണങ്ങി നിൽക്കുന്ന ഒരു വർഗം നായ്കൾ തന്നെയാണ്. പിന്നെ അടുത്ത സ്ഥാനം നമുക്കറിയാം, ആനകളും മനുഷ്യനോട് ഏറ്റവും അധികം, അത്രയും വലിയ ബൃഹത്തായ ആനകളും മനുഷ്യനോട് വളരെയധികം അടുത്തും സ്നേഹിച്ച് നിൽക്കുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്ന പശുക്കളും അങ്ങനെ തന്നെയാണ്. മറ്റു മൃഗങ്ങളൊന്നും ഇത്ര അടുപ്പം മനുഷ്യനുമായിട്ട് ഉണ്ടാകാറില്ല. വിശ്വസ്തനായ മനുഷ്യൻ്റെ ഏറ്റവും നല്ല മിത്രം പട്ടി തന്നെ അല്ലെങ്കിൽ നായ് തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.